ഈ സീസൺ IPLന്റെ ഏറ്റവും പുതിയ പോയിന്റ് ടേബിളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈയും 8ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാനും ഓൾറെഡി ടൂർണമെന്റിൽ നിന്നും എലിമിനേറ്റ് ആയിട്ടുണ്ട്. 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹൈദരാബാദിന് മാക്സിമം 16 പോയിന്റിലേക്കും 7ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊൽക്കത്തയ്ക്ക് മാക്സിമം 17 പോയിന്റിലേക്കും പോകാൻ പറ്റുമ്പോൾ ശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളും ഈ രണ്ടുപേർക്കും മസ്റ്റ് വിൻ ആണ്. ഹൈദരാബാദ് ഇന്ന് ഗുജറാത്തിനെ നേരിടാൻ പോകുമ്പോൾ തോറ്റാൽ ഇവരും പുറത്തേക്ക് പോകും. KKRന് പോസിറ്റീവ് റൺ റേറ്റ് ഉള്ളതിനാൽ വരുന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ കൺഫേമായും പ്ലേ ഓഫ് ഉറപ്പാണ്. 6ാം സ്ഥാനത്ത് 10 പോയിന്റുമായി ലക്നൌ ആണ് നിൽക്കുന്നത്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 3 വിജയവും ഒപ്പം പോസിറ്റീവ് റൺ റേറ്റുമാണ് ഇവർക്ക് വേണ്ടത്. 5 മുതൽ മുകളിലോട്ട് നിൽക്കുന്ന ടീമുകളാണ് പ്ലേ ഓഫ് പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയിൽ ഇപ്പോൾ നിൽക്കുന്നത്. 5-4 സ്ഥാനങ്ങളിൽ 12 പോയിന്റുമായി ഡൽഹിയും ഗുജറാത്തുമാണ് നിൽക്കുന്നത്. GT ഇന്ന് വിജയിച്ചാൽ 95% പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇവർക്ക് പറ്റും. ഇതോടെ പ്ലേ ഓഫ് പോരാട്ടം 4th സ്പോട്ടിന് വേണ്ടി മാത്രമായി മാറും. ഗുജറാത്തിന് 5 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ അതിൽ നിന്നും 2 വിജയവും ഡൽഹിക്ക് 4 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ അതിൽ നിന്ന് 2 വിജയവുമാണ് പ്ലേ ഓഫിന് വേണ്ടി ഇവർക്ക് വേണ്ടത്. ഡൽഹിയും ഗുജറാത്തും തമ്മിൽ ഇനിയൊരു മത്സരം വരുമ്പോൾ എന്തായാലും ഇതിലൊരു ടീം ഒരു കളി തോക്കും. ഗുജറാത്ത് ഇന്ന് വിജയിക്കുകയാണെങ്കിൽ അടുത്ത മുംബൈ ഗുജറാത്ത് മത്സരത്തിൽ വിജയിക്കുന്ന ടീം പ്ലേ ഓഫിലേക്ക് ഓൾമോസ്റ്റ് കയറുകയും ചെയ്യും. 3ാം സ്ഥാനത്ത് 13 പോയിന്റുമായി പഞ്ചാബാണ് നിൽക്കുന്നത്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 2 വിജയമാണ് ഇവർക്ക് പ്ലേ ഓഫ് കൺഫേം ആക്കാൻ വേണ്ടത്. എല്ലാവരും 16 പോയിന്റിന് വേണ്ടി പോരാടുമ്പോൾ 2 വിജയം 17 പോയിന്റിലേക്കായിരിക്കും പഞ്ചാബിനെ എത്തിക്കുക. 2-1 സ്ഥാനത്ത് RCB, മുംബൈ എന്നിവരാണ് 14 പോയിന്റുമായി നിൽക്കുന്നത്. ഗുജറാത്ത്, പഞ്ചാബ്, ഡൽഹി തുടങ്ങിയ ടീമുകൾക്കെതിരാണ് മുംബൈ ഇനി കളിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും ഒരു വിജയം MIക്ക് പ്ലേ ഓഫ് ബർത്ത് നൽകും. ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, ലക്നൌ എന്നിവർക്കെതിരെയാണ് RCBയോട് ശേഷിക്കുന്ന 4 മത്സരങ്ങൾ. ഈ സീസണിലെ വീക്കായ ടീംസ് തന്നെയാണ് RCBയുടെ ഇനിയുള്ള എതിരാളികൾ. ഇതിൽ നിന്നും ഒരു വിജയം മാത്രമാണ് ഇവർക്ക് വേണ്ടത്. RCBയെ സംബന്ധിച്ച് ക്വാളിഫയർ 1 ലക്ഷ്യം വെക്കാൻ നല്ല ചാൻസ് തന്നെയാണ് ഇവർക്ക് മുന്നിലുള്ളത്. നിലവിൽ മുംബൈ, RCB എന്നിവർക്ക് 95%, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവർക്ക് ഒരു 80%, ഡൽഹിക്ക് ഒരു 60%മാണ് സാധ്യത കാണുന്നത്.